ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു മിക്സ്ഡ് അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ഇതിൽ ലൂവിക്ക നമ്മൾ ഉപ്പിലിട്ടത് എടുത്തിട്ടുണ്ട്, പിന്നെ നാരങ്ങയുടെ തൊലിയുണ്ട്, പിന്നെ പച്ചമുളകും കാന്താരിയും. കാന്താരിയും പച്ചമുളകൊക്കെ ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ. അതിൽ നിന്ന് നമ്മൾ ഫ്രഷായിട്ട് പറിച്ചെടുത്ത പച്ചമുളകും കാന്താരിയുമാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മളിതെല്ലാം കഴുകിയിട്ട് പച്ചമുളക് ആദ്യം നന്നായിട്ട് അരിഞ്ഞെടുത്തു. അതിലേക്ക് പിന്നെ നമ്മൾ ഉപ്പിലിട്ട് വെച്ചിരുന്ന ആ ലൂവിക്ക അല്ലെങ്കിൽ ലവലോലിക്ക എന്നൊക്കെ പേരുള്ള ആ ഫ്രൂട്ടില്ലേ, ലവലോലിക്ക, അത് നമ്മളിതിലേക്ക് ചേർക്കുകയാണ്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിന് മാത്രം ഉപ്പ് ചേർത്തു. കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് അത് തിരുമ്മി വെച്ചു. ആ ഒരു സമയത്താണ് എന്നാൽ പിന്നെ കുറേ നാരങ്ങയുടെ തൊലി ഇരിപ്പുണ്ടായിരുന്നു, അതുകൂടെ ഇതിലേക്ക് ചേർക്കാമെന്ന് വെച്ചു. അങ്ങനെ അതുകൂടെ മുറിച്ച് അതിലേക്ക് ചേർത്ത് തിരുമ്മി വെച്ചു. ഒരു അരമണിക്കൂറിന് ശേഷം നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് നല്ലെണ്ണ ചേർത്തു. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാൻ പോവുകയാണ്. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ആദ്യം ഉണക്കമുളക് ചേർക്കാം. പിന്നെ കറിവേപ്പിലയും കൂടെ അതിലേക്ക് ചേർക്കുവാണ്. അതൊന്ന് മൊരിഞ്ഞു വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തു. പിന്നെ ഉലുവാപ്പൊടിയാണ് ഇപ്പോൾ ചേർത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ കായവും കൂടെ ഒരു സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വിനാഗിരി ഒഴിച്ചു. നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു. അത് നന്നായി ഒന്ന് തിളച്ച് തുടങ്ങുകയാണ്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരുന്ന ആ ഒരു മിക്സില്ലേ, ലൂവിക്കയും പച്ചമുളകും കാന്താരിയും വെളുത്തുള്ളിയും നാരങ്ങയുടെ തൊലിയും ഇതെല്ലാം ചേർന്ന ആ മിക്സ് കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം അതിൽ തന്നെ ഇരുന്നൊന്ന് ശകലം ഒന്ന് വെന്ത് കിട്ടും. അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് കുറുകി വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി അത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് കുപ്പികളിലായിട്ട് അടച്ചു വയ്ക്കാം. ഈ നാരങ്ങയുടെ തൊലിയൊക്കെ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴായിരിക്കും കറക്റ്റ് ടേസ്റ്റായിട്ട് കിട്ടുന്നത്. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിരുന്നു.